പ്രകമ്പനം തിയേറ്ററിൽ ഉണ്ട്. ഒന്നുകൂടെ സ്റ്റാൻസ്കിയോസ്കി അല്ല സ്റ്റാൻസിലോസ്കി. അപ്പോൾ വി സെലിബ്രേറ്റ് 10 years of രാജേഷ് മാധവൻ ആസ് ആൻ ആക്ടർ. നിങ്ങൾക്ക് ചിലവൊക്കെ കിട്ടിയോ? പൈസ കൊടുത്തില്ല. ഇപ്പോഴും ഫാൻ മീഡിയ ഇമ്പാക്ട് ഉണ്ടോ? ഫോണില് ഫസ്റ്റ് ഒരു ഫോട്ടോ നോക്കണം ഡബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന് രാത്രി ആണുങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിന്റെ റീൽസ് ഇങ്ങനെ കുറെ ഇങ്ങനെ ടാഗ്സ് വരും. 12 മണി കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനൊക്കെ ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്ന ഞങ്ങൾ തെങ്ങൻതോപ്പിൽ എവിടെയെങ്കിലും കസേര ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ താഴേക്ക് ഓലയൊക്കെ വെട്ടിയിട്ടാലും കിടക്കണം. പക്ഷെ സുട്ടുന് കാരവാൻ ഉണ്ട്. ഞങ്ങൾക്ക് ആകെ കാരവാനുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരാളെ സിനിമ സെറ്റിൽ അതിന് 2 മണിക്കൂർ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ റെസ്റ്റ് വേണം. ചോദിച്ചെടുക്കും. അവ പോയി മറ്റേ ഷോട്ട് കഴിഞ്ഞ ഉടനെ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ പോയി കാരവാനിൽ കയറി ഇരിക്കും. വിളിച്ചാലും വരില്ല. അവൻ ഒരു വഴി വരെ തണലുണ്ട്, അതിനപ്പുറം വെയില. അവൻ ഈ തണല് വരെ നടന്നിട്ട് അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചിങ്ങനെ നോക്കും. എന്നിട്ട് അവസാനം അവന് തണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കിമ്മർ കെട്ടി മറ്റേ ഫുൾ സ്ഥലവും തണലാക്കിയതിന് ശേഷമാണ് അവൻ പിന്നെ അഭിനയിച്ചത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. February 13th പെണ്ണും പൊറാട്ടം ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ഡയറക്ടർ രാജേഷ് മാധവൻ ഉണ്ട്. അതോടൊപ്പം റൈറ്റർ ആയിട്ടുള്ള രവിശങ്കർ, ഒപ്പം അഭിനയിച്ചിട്ടുള്ള റൈന. സോ 3 പേർക്കും വെൽക്കം. താങ്ക് യു. അപ്പോൾ മഹേഷിന് പ്രതികാരം ഇറങ്ങിയിട്ട് 10 വർഷമാവാം. അതെ, 10 വർഷമായി. അപ്പോൾ വി സെലിബ്രേറ്റ് 10 years of രാജേഷ് മാധവൻ ആസ് ആൻ ആക്ടർ. എങ്ങനെയുണ്ട് 10 വർഷത്തെ ജേണി? നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 10 വർഷം കൊണ്ട് എന്താ ക്യാരക്ടർ ആർട്ടിസ്റ്റായി, കോമഡി ചെയ്തു വന്നു, ക്യാരക്ടർ ആർട്ടിസ്റ്റായി, പിന്നെ ഇപ്പോൾ വില്ലൻ ചെയ്തു, പിന്നെ നായക വേഷങ്ങൾ ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആക്ടിങ് കരിയറാണ്. ഇനി ഡയറക്ടറായിട്ടും ഹാപ്പി ആവണം. ഈ പക്ഷെ പെണ്ണും പൊറാട്ടും ഷൂട്ട് തുടങ്ങുന്ന കുറച്ചാള് മുമ്പാണല്ലോ. അപ്പൊ കറക്റ്റ് 10 വർഷമായിട്ട് നെക്സ്റ്റ് വീക്കാണ് ഡയറക്ടർ ആവണേ. അപ്പൊ ശരിക്കും അത് ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ? അതെ അതെ. ഇത് ആക്ച്വലി ഞങ്ങൾ ഈ സമയത്ത് റിലീസ് ചെയ്യാനുള്ള പ്ലാനോ, ഇത് കുറച്ച് മുമ്പേ നമ്മൾ വർക്കുകൾ കഴിഞ്ഞിരുന്നു. അപ്പൊ റിലീസ് കുറച്ച് മുമ്പേ നടത്തായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നതാണ്. അത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ട് ഈ 10 വർഷം ആയി നിൽക്കുന്ന സമയത്തേക്ക് എത്തി നിൽക്കുന്നത്. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. കോയിൻസിഡൻസ് ആണ്. നിങ്ങൾക്ക് ചെലവൊക്കെ കിട്ടിയോ 10 വർഷത്തിന്? റിലീസ് കഴിഞ്ഞിട്ട് സംസാരത്തിലാണ്. പൈസ കൊടുത്തിട്ടില്ല. ഇപ്പൊ ചേട്ടാ പറയും, ഇപ്പൊ റൈറ്റ് ആഫ്റ്റർ ഭീഷ്മയാണ്. ഭീഷ്മ ശരിക്കും ഒരു ഭയങ്കര മാസ് സിനിമകളുടെ ഒരു ഭയങ്കര ഔട്ട്ലുക്ക് ഉള്ള സിനിമയാണ്. പെണ്ണും പൊറാട്ടിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് കണ്ടന്റ് ആണ് നമ്മളീ മുന്നിലേക്ക് എത്തിക്കാൻ പോണേ. അപ്പൊ ഒരു റൈറ്റർ എപ്പോഴും വേഴ്സറ്റൈൽ ആയിരിക്കുക എന്നുള്ളതാണോ അയാൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രഷർ? അപ്പൊ പെണ്ണും പൊറാട്ടിന്റെ ഏറ്റവും വലിയ പ്രഷർ പോയിന്റ് അത് തന്നെയായിരുന്നു. ആക്ച്വലി ഭീഷ്മക്കാലം മുമ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കഥയാണ് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഡിസ്കസ് ചെയ്ത കാരണം തന്നെ അതിലേക്ക് ലാൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ. പിന്നെ ഭീഷ്മയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അറിയാത്തൊരു ടെറിട്ടറി, അതിലായിരുന്നു കുറച്ചുകൂടി. പക്ഷെ നമുക്ക് കുറച്ചു കാലമായിട്ട് അറിയുന്ന കഥയായതുകൊണ്ട് എനിക്ക് രണ്ടുപേർക്ക് ലാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു പെണ്ണും പൊറാട്ടിലേക്ക്. എന്താ പെണ്ണും പൊറാട്ടും സിനിമ ഓൾ അബൌട്ട്? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പെണ്ണും പൊറാട്ടും ഒരു നാട്ടിലൊരു ദിവസം നടക്കുന്ന കഥയാണ്. ആ നാട്ടിലെ മനുഷ്യന്മാരുടെ ചില പുറത്തുണ്ടാവുന്ന സാഹചര്യങ്ങളുള്ള പെരുമാറ്റ രീതികളും ആണ് അതിനോട് ഒരു ദിവസം നടക്കുന്ന കഥയാണ്. സുട്ടു എന്ന് പറഞ്ഞൊരു പിന്നെ നായുണ്ട്. അപ്പോൾ അവന്റെ സർവൈവലിന്റെ കഥയും പിന്നെ ആ നാട്ടിലെ കുറച്ച് ബഹളങ്ങളുമാണ് സിനിമ. ഒരു നായയോടും ഒരു പെൺകുട്ടിയോടും ഒരു നാടെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ. അതാണ് ഞങ്ങളുടെ പെണ്ണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ പോറാണ്. ഇപ്പോഴും ഫാമിലിയുടെ ഇമ്പാക്ട് ഉണ്ടോ ലൈഫിൽ? ഫാമിലിയുടെ ഇമ്പാക്ട് ഉണ്ടോന്ന് വെച്ചാൽ ഇടയ്ക്ക് റീൽസ് ഒക്കെ വരും. മറ്റേ ബേസിലേട്ടൻ ഫോണില് ഫസ്റ്റ് ഒരു ഫോട്ടോ നോക്കണം ഡബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന് രാത്രി ആണുങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിന്റെ റീൽസ് ഇങ്ങനെ കുറെ ഇങ്ങനെ ടാഗ്സ് വരും. 12 മണി കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഫാലിമി തന്നെയാണ് ഞാൻ ചെയ്തതിലൊരു
കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പടം. അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഹാലിമിലൂടെ തന്നെയാണ്. പെണ്ണ് പൊറോട്ട ഇറങ്ങുമ്പോ അത് ബ്രേക്ക് അതെ 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 അതെ. എങ്ങനെ ഇവര് മുമ്പ് അറിയപ്പോ എനിക്കങ്ങനെ നേരിട്ട് പരിചയം. ഞാൻ ആക്ച്വലി എല്ലാവരെയും പോലെ ഓഡീഷനിലൂടെ തന്നെ ഞാനും പടത്തിലോട്ട് വരുന്നത്. രാജേഷ് ചേട്ടനെ എനിക്കിപ്പോ ദൈവത്തിന്റെ വഴിയൊക്കെ അങ്ങനെ അറിയാമെന്നല്ലാതെ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് തന്നെയാണ് നേരിട്ട് കാണുന്നതും ഒക്കെ. ഓഡീഷനിലൂടെ തന്നെ ഒരുപാട് പേരെ എനിക്ക് ഒരുപാട് പേരെ ഓഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ചധികം പേരെ 2000 പേരെ ആൾക്കാരെ ഓഡീഷൻ ചെയ്തിട്ടുണ്ടോ? കൂടുതലേ ആവുന്നുണ്ടാവും. പിന്നെ എല്ലാവരെയും പാലക്കാടുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഈ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും തോന്നുന്നു. അല്ല, ഈ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ രാജേട്ടൻ ഡയറക്ടർ ആവണ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ പേര് കാത്തിരിക്കുന്നുണ്ടല്ലോ. ഞാൻ കാത്തിരുന്നു. അതായത് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പോലും കാത്തിരുന്നു. അല്ല, ഫ്രണ്ട് സർക്കിളിലൊക്കെ പെണ്ണുമുറയുടെ അനൗൺസ് ചെയ്യുമ്പോ രാജേട്ടൻ ഡയറക്ടർ, എനിക്ക് തോന്നുന്നു എന്നത്താം കേസുകളൊക്കെ കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ആ ടൈമിലാണ് ഫസ്റ്റ് അനൗൺസ്മെന്റ് തന്നെ. അപ്പൊ രാജേട്ടൻ ഡയറക്ട് ചെയ്യണ കാണാൻ വേണ്ടിട്ട് അന്ന് കുറച്ച് എല്ലാരും വെയിറ്റ് ചെയ്തൊരു ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അതെങ്ങനെ ഫീൽ ചെയ്യണേ? എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഫീൽ ചെയ്യാറില്ല? അത് നമ്മള് ഈ എന്നെ ആക്ടറായിട്ടായിരിക്കും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ ഞാൻ പിന്നണിയിലുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പോൾ ആദ്യം മഹേഷിന്റെ ഹൃദയത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തൊണ്ടി മുതൽ ഞാൻ പിന്നെ അസോസിയേറ്റ് ആയിട്ടാണ് പിന്നണിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് മായാനദി, കുമ്പളങ്ങി ഇതിലൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറായി കുറച്ച്, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറായി. അപ്പം ഈ ജേണി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഡയറക്ടർ ആവണം എന്നുള്ളതാണല്ലോ. അപ്പം ഞാനും അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആക്ച്വലി. എന്നിട്ട് അപ്പോൾ ഒരു മറ്റേ സന്തോഷ് ചേട്ടനും ഒക്കെ ആദ്യം പഠനം ചെയ്യുമ്പോൾ ഞാനത് ചെയ്യാം എന്ന് സന്തോഷ് ചേട്ടനൊക്കെ പറഞ്ഞു. പിന്നെ ബെന്നി കാട്ടപ്പനയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പും നമുക്ക് ആഗ്രഹമുള്ളത് പോലത്തെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ഒരു സമയം എന്നെ വിശ്വസിക്കാനുള്ള ആൾക്കാരും വന്നു കഴിഞ്ഞപ്പോൾ അതിന് കറക്റ്റ് സമയമായതാണ്. അപ്പം എന്താ, ഇത് പണ്ട് മുതലേ ആഗ്രഹിച്ചതാണ്, പണ്ട് മുതലേ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പറ്റില്ലല്ലോ. അതാണ് ഇവിടുത്തെ നമ്മളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ. നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ സമയം ഭയങ്കര നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. മറ്റേ എല്ലാ വർക്കുകളും കഴിഞ്ഞു വന്നു, ആക്ടറായിട്ടും കുഴപ്പമില്ലാത്തൊരു സമയത്ത് നിൽക്കായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് എന്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ആ വിശ്വാസത്തിനെ അങ്ങ് മുതലെടുത്താണ് ഞാൻ. നിങ്ങൾ ശരിക്കും ഫസ്റ്റ് മീറ്റ് ചെയ്യണം എങ്ങനെ? കുറെ വർഷം മുമ്പാണോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾ ഒരു കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അന്ന് മുതൽ നമുക്ക് പരിചയമുണ്ട്. ഞങ്ങള് ഒരുമിച്ച് പഠിത്തം കഴിഞ്ഞിട്ട് എന്താ ആ ഇന്റർവ്യൂ ഒക്കെ ഒരുമിച്ചാണ് പോയിക്കൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത് ജോലിക്കൊക്കെ വേണ്ടിട്ട്. ഇപ്പൊ രവി ഏത് കോഴ്സായിരുന്നു അപ്പോ? ഞാൻ വിഷ്വൽ മീഡിയ ഫിലിം മേക്കിംഗ് PG വിഷ്വൽ മീഡിയ. രവി ഫിലിം മേക്കിംഗ് ആണ്, ഞാൻ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ. അത് പറഞ്ഞു ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂ ഒക്കെ പിന്നെ പോയിക്കൊണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രവിക്കും ഞാനും രവിയും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. രവി മാധ്യമത്തിലായിരുന്നു, ഞാൻ ഏഷ്യാനെറ്റിൽ, അമൃതയിൽ, അങ്ങനെ കുറെ കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാൻ ഇട്ടിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ഷോർട്ട് ഫിലിം അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് ഓടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജോലി രാജിവെച്ചു. നേരെ കൊച്ചിയിലേക്ക് വന്നു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതലേ PG കാലം കൊണ്ട് 10-20 വയസ്സ് മുതലുള്ള പരിചയമാണ്. അപ്പൊ അത് ഈ കഥ ഞങ്ങളുടെ കയ്യിൽ ഒരു 10 വർഷമായിട്ടുണ്ട്. അത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട്. ഈ PG ടൈമിൽ എങ്ങനെയാ അന്ന് ആക്ടിങ് ക്രൈസിനെസ് രാജേഷ് ചേട്ടനിൽ കണ്ടിട്ടുണ്ടായിരുന്നു? രാജേഷിന്റെ ഒരു പക്ഷേ ഞാൻ രാജേഷിനോട് പറയായിരുന്നു. രാജേഷിനോട് പറഞ്ഞിട്ട് സിനിമ എടുക്കണം എന്നുള്ള, നടനാവണമെന്നൊരു ആഗ്രഹം രാജേഷ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ രാജേഷ് അന്ന് മൂലം നാടകത്തിൽ ഒരുപാട് ചെറുപ്പം മൂലം നാടകത്തിലുള്ളതാണ്. അപ്പോൾ രാജേഷിന് അഭിനയിക്കാൻ കഴിയും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും നമ്മൾ ആലോചിച്ചിരുന്ന പ്രധാന നടന്മാർ ഒരാൾ രാജേഷായിരുന്നു. രാജേഷ് അഭിനയം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ പറയാം, രാജേഷ് നിനക്കൊരു നടനായിട്ട് തന്നെ ജീവിക്കേണ്ട ഒരാളുടെ സാധ്യത കാണുന്നുണ്ടോ? അത് ശരിക്കും സംഭവിച്ച്. അതെ, നമ്മൾ അവിടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറെ ചെയ്യായിരുന്നു. അപ്പൊ അതിലൊക്കെ അഭിനയിക്ക മെയിൻ ഇര ഞാനായിരിക്കും. അപ്പോ പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടിട്ട് നിനക്ക് പിന്നെ നീ അഭിനയിക്കാലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ട് എല്ലാവർക്കും. പിന്നെ ബാക്കി എന്റെ തന്ത്രം വളരെ പതിയെ പിടിച്ചു കയറാനുള്ള. റെയ്നോട് ചോദിക്കാം, എങ്ങനെയുണ്ട് രാജേട്ടൻ ആസ് എ ഡയറക്ടർ?
രാജേട്ടൻ ഭയങ്കര കാം, എന്താ നല്ലത് മാത്രം പറയാൻ അല്ല നല്ലത് മാത്രം പറയാനുള്ളൂ. രാജേട്ടൻ ഭയങ്കര ഞാൻ ആകെ ഒരു 2-3 ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ രാജേട്ടൻ ആണ്. കാരണം രാജേട്ടൻ ഭയങ്കര കാരണം ഇതിനകത്ത് എല്ലാവരും ന്യൂ കമേഴ്സ് ആണ്. അവർക്ക് എന്താ സിനിമ എന്താണെന്ന് അറിയില്ല. അവർക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്താണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളത്. അപ്പം അവരെ അഭിനയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കൂലിയൻ ടാസ്ക് തന്നെ ആയിരുന്നു. അപ്പം അത് വളരെ അത്രയധികം ക്ഷമയുള്ള ഒരാൾക്കേ അത് പറ്റുള്ളൂ എന്നാണ് ഞാനത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരുടെ അടുത്തും ഭയങ്കര ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം കുറച്ച് പ്രായമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും നമുക്ക് എന്താ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് രാജേട്ടൻ എല്ലാവരുടെ അടുത്തും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഒരു 10-ൽ 100 മാർക്ക് തരട്ടെ. ഭയങ്കര അടിപൊളി ഡയറക്ടറാണ്. പറഞ്ഞതെല്ലാം മേടിച്ചത്. സുട്ടുവിനെ എങ്ങനെ ഫൈൻഡ് ചെയ്തേ? ഞങ്ങള് പിന്നെ ഇതിലെ പിന്നെ 2 പ്രധാന ക്യാരക്ടറുകളാണ്. ഒന്നിപ്പോൾ പെണ്ണ് പൊറാട്ടുള്ള പെണ്ണ്, പിന്നെ സുട്ടു. ഇതാണ് ഞങ്ങൾ ആദ്യം കണ്ടെത്തണം തീരുമാനിച്ച 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ സുട്ടുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പൊ ഡാൽമേഷ്യൻ വന്നതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ബ്രീഡൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. കുറവുള്ളൊരു സമയം കൂടെയാണ്. ആണ് സിനിമകളിൽ തന്നെ വളരെ ജനറലി ഇല്ല എന്നുള്ളൊരു. അതെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വഭാവം നമ്മളുടെ സിനിമയായിട്ട് യോജിക്കും എന്ന് തോന്നി. അപ്പൊ ഇങ്ങനെ ഒരാളെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡാൽമേഷ്യന്റെ ഒരു ഡാൽമേഷ്യൻ ഉണ്ട്, വളരെ അടിപൊളിയാണ് പറഞ്ഞിട്ട് അവനൊന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഒരു 4-ാം മാസം ആകുമ്പോഴാണ് നമ്മളടുത്തേക്ക് ഇവ സുട്ടു വരുന്നത്. അമ്മയുടെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഒന്ന് കാണിച്ചു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്ക് വേറെ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അവൻ തന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. വേറെ ഓപ്ഷൻ നോക്കണ്ടേ, ഞങ്ങൾ എന്നെടുക്കുക കേട്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കൂടെ കൂട്ടിയതാ. അവൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്, ഇറങ്ങി വരാൻ. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. അത് രാജേട്ടന്റെ ഐഡിയ ആണോ? അല്ല, അത് ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് കുറെ പുലികൾ ഉണ്ട്, അവരുടെ ഐഡിയ. ഈ ശരിക്കും ഇപ്പൊ ഡോഗ്സിനെയൊക്കെ അഭിനയിപ്പിക്കുമ്പോ നമുക്ക് അതിന്റെ കംഫർട്ടാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ പറയും പെറ്റ്സിനെ ഡീൽ ചെയ്യുമ്പോൾ. ബാക്കി നമ്മൾക്ക് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അത് ശരിക്കും ഭയങ്കര ടാസ്ക് ആയിരുന്നു ഡയറക്ടർ. ഞങ്ങൾ നായിക റെയ്നക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്നത് ഞങ്ങൾ തെങ്ങൻതോപ്പിൽ എവിടെയെങ്കിലും കസേര ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ പക്ഷെ സുട്ടുന് കാരവാൻ ഉണ്ട്. ഞങ്ങൾക്ക് ആകെ കാരവാനുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരാളെ സിനിമ സെറ്റിൽ ഉണ്ടായിരുന്നു, അത് സുട്ടുവാ. അവൻ 2 മണിക്കൂർ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ റെസ്റ്റ് വേണം. ചോദിച്ചെടുക്കും. അവ പോയി മറ്റേ ഷോട്ട് കഴിഞ്ഞ ഉടനെ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ പോയി കാരവാനിൽ കയറിയിരിക്കും. വരില്ല. വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അവിടെ നിന്ന് തിരിഞ്ഞ് മെല്ലെ രാജേഷിന്റെ അടുത്തേക്ക് വന്ന് രാജേഷിനെ ഒന്ന് തൊട്ട് തലോടി ഇവിടെ ഇരിക്കും. എന്നിട്ട് മെല്ലെ പിന്നെ കൂടെ ഇറങ്ങിയിട്ട് കാരവാനിലേക്ക് നടന്നു. മറ്റേ കട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപ്പൊ ഞാൻ അവനോട് മറ്റേ ഭയങ്കര സ്നേഹത്തോട് മാത്രം പെരുമാറുന്നത്. ബാക്കി എല്ലാവർക്കും വർക്കൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് സുട്ടുവാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഞാൻ അവനൊരു ഒരു പണിയൊന്നും എടുപ്പിക്കില്ല. അതുകൊണ്ട് ഷോട്ട് കഴിഞ്ഞ ഉടനെ അവൻ മെല്ലെ വന്ന് സൈഡിൽ ഇവിടെ നിൽക്കും. ഞാൻ ഇവിടെ ഒരു രക്ഷ എന്നുള്ള പോലെ വന്നിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് നേരെ കാരവാനിൽ പോകും. അവന് വെയില് എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ചൂടാണ്. എല്ലാവരും മറ്റേ തളർന്നു വീഴുന്ന വെയിലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പം സുട്ടു ഒരു ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ട് പോകുന്ന ഒരു വഴി വരെ തണലുണ്ട്, അതിനപ്പുറം വെയില. അവൻ ഈ തണല് വരെ നടന്നിട്ട് അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചിങ്ങനെ നോക്കും, ഷോട്ടിലേക്ക് നോക്കും. അപ്പോൾ എന്നിട്ട് അവസാനം അവന് തണലുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കിമ്മർ കെട്ടി മറ്റേ ഫുൾ സ്ഥലവും തണലാക്കിയതിന് ശേഷമാണ് അവൻ പിന്നെ അഭിനയിച്ചത്. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ രാജേട്ടൻ ആസ് എൻ ആക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് പ്രകമ്പനം തിയേറ്ററിൽ ഉണ്ട്,
സ്റ്റാൻസ്കിയോസ്കി ഒന്നുകൂടെ സ്റ്റാൻസ്കിയോസ്കി അല്ല സ്റ്റാൻസിലോസ്കി സ്റ്റാൻസ്ലോസ്. സ്റ്റാൻസിലോസ്കി ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു, തിയേറ്ററിൽ ഭയങ്കര കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ കനകം കാമിനി കലഹം വീണ്ടും വീണ്ടും ആളുകൾക്ക് ഭയങ്കര സെലിബ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മനാഫ് എന്ന ക്യാരക്ടർ ശരിക്കും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് നമ്മൾ അടുത്ത സിനിമയിലേക്ക് ട്രാവൽ ചെയ്ത് പോലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ റിയലൈസ് ചെയ്യാറുണ്ട് ഇതിന് ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പാക്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ. ഓ, അങ്ങനെ ആലോചിക്കാറില്ല. ആക്ച്വലി ഇപ്പം ഒരു സിനിമയെ കുറിച്ചിട്ട് ആലോചിക്കാറുണ്ട്. ഇപ്പം കനകം കാമിനി കലഹത്തിന് എന്തായാലും ഒരു കൾട്ട് ഫോളോവിങ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അതേപോലെ ചില സിനിമകൾക്ക് അതിനൊരു കൾട്ട് ഫോളോവിങ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ക്യാരക്ടറുകൾ വെച്ചിട്ട് അങ്ങനെ ആലോചിക്കാറില്ല. ഇതിപ്പോ നാളെ വർക്കാവോ എന്നുള്ളതൊന്നും ആലോചിക്കാറില്ല. അങ്ങനെ വിചാരിച്ച് ചെയ്തൊന്നുമല്ല മഹേഷിന്റെ പ്രതികാരം. ഇപ്പോഴും മഹേഷിന്റെ പ്രതികാരം എന്തെങ്കിലുമൊക്കെ ട്രോളൊക്കെ വീണ്ടും വരുന്നുണ്ടല്ലോ. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അത് നമുക്ക് അങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ. എങ്ങനെ മനാഫ് ചെയ്യുന്നത് നമ്മൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് കനകം കാമിനി കലഹം വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് നേരെ സെറ്റിലേക്ക് പോവുക. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് മൊത്തം പൂട്ടി ഇട്ടിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ അകത്താണ് ഈ ഷൂട്ടൊക്കെ നടക്കുന്നത്. ഭയങ്കര എല്ലാവരും രാവിലെ ജാഫ്രിക്കയുടെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മളെല്ലാവരും രാവിലെ എണീക്കുക. ജാഫ്രിക്ക രാവിലെ പുറത്തേക്ക് വന്നിട്ട് ഗുഡ് മോർണിംഗ് ഉറക്കെ പറയും. അപ്പൊ എല്ലാവർക്കുള്ള അലാം അത്. എല്ലാവരും എണീറ്റ് രാവിലെ സെറ്റിൽ വന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് ഭയങ്കര ഹൈ എനർജിയിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് എല്ലാവർക്കും തോന്നുന്ന തോന്നിയവാസങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. അതാണെന്ന് തോന്നുന്നു അതിന്റെ ആ ഒരു എനർജിയും ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം. നിങ്ങൾ രണ്ടുപേരും ടിൻ സിസ്റ്റേഴ്സ് ആണല്ലോ, ഏകദേശം ഐഡന്റിക്കലും പക്ഷെ അപ്പൊ സിനിമ ഓഡീഷൻ ഒക്കെ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടോ? അവള് വേറെ തന്നെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ തന്നെ പോറുള്ളൂ. അത് ശരിക്കും അന്ന് ഭയങ്കര നിങ്ങൾ കരിയർ ഒക്കെ തുടങ്ങുന്ന ആ ടൈമിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ സിനിമ? ഇല്ല, ഞാൻ ആക്ച്വലി ആക്സിഡന്റലി ആക്ടർ ആയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പണ്ടൊന്നും അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ രണ്ടുപേരും ഞാൻ ആർട്സും അവള് സയൻസും അങ്ങനെ വേറെ വേറെ വഴിക്ക് പോയി. ഞങ്ങൾ അങ്ങനെ സിനിമയിലോട്ട് വരണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഫിലിം സ്റ്റഡീസ് പഠിച്ചത്. ആക്ച്വലി ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ഞാൻ ആക്ച്വലി ധീരനിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ രണ്ടുപേർക്ക് സിനിമ ഇതില്ല? ഇല്ല, ഞാൻ ഫിലിം സ്റ്റഡീസ് പഠിച്ചു എന്നേ ഉള്ളൂ. അഭിനയത്തിൽ ഞാൻ വരുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അത് എന്താന്ന് വെച്ചാൽ ഞാൻ തിയേറ്റർ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഓഡീഷൻ അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ B3244ന്റെ ഓഡീഷൻ അയച്ചപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നി. പിന്നെ അങ്ങനെ അടുത്തത് പിന്നെ ഫാലിമയുടെ ഓഡീഷൻ എന്നെ വിളിച്ചു. പിന്നെ പെണ്ണുമ്പൊറാട്ടൻ്റെ ഓഡീഷൻ വിളിച്ചു. അങ്ങനെ പോയത്. ഇവര് ഇങ്ങനെ ട്വിന്നയന്റെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് അങ്ങനെ ഇല്ല. ഞങ്ങൾക്കാണ്. ഞങ്ങള് പോയി ഇപ്പൊ റെയ്നനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പോകും. അപ്പൊ ഞാൻ ഷൈനല്ല റെയ്നയാണ് കൊടുത്തു. അല്ല, അവളെ ഇടയ്ക്ക് ഇങ്ങനെ സാറ്റർഡേ സൺഡേസിൽ ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ഞാൻ പിന്നെ AD കോസ്റ്റ്യൂമിലായതുകൊണ്ട് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിൽ അവൾ 1-2 ദിവസം വന്നപ്പോ ചാക്കോച്ചന് ഒരു ദിവസം നീ ഈ കോസ്റ്റ്യൂം ഇടല്ലോ, അവളൊരു കല്യാണത്തിന് പോയിട്ട് സാരിയെ കൊടുത്തു വന്നതാ, നീ എന്താ ഈ സാരിയെ കൊടുത്ത് നിൽക്കണേ, പെട്ടെന്ന് മാറിപ്പോയ. അവിടെ എല്ലാവരും വിചാരിച്ചു ഞാൻ കോസ്റ്റ്യൂം മാറി വേറെ ഏതോ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ നിൽക്കാന്ന്. അവിടെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ വന്നാല്. അതല്ലാതെ ഇങ്ങനെ സിനിമാ സെറ്റുകളിൽ ഒരേ സമയം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഷൈനനെ നിരോധിച്ചിട്ടുണ്ട് സിനിമ. ശരിക്കും റാണി പത്മിനി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും എന്തായിരുന്നു ശരിക്കും ആ ഗ്യാപ്പിനുള്ള ഒരു കാരണം? പ്രധാന കാരണം റാണി പത്നി അത്രയും ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും പടം ചോദിച്ചു ഇങ്ങോട്ട് വന്നില്ല. അല്ല, പിന്നെ പടങ്ങൾ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നല്ല, പടങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നടക്കാതെ പല കാര്യം കൊണ്ട് പോയി. പിന്നെ ഒരു എൻട്രി കിട്ടിയത് അമലേട്ടന്റെ അടുത്താണ്, ഭീഷ്മപർവം. അത്രേ ഉള്ളൂ. സ്വത്വന്വേഷണത്തിലാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മതിയായിരുന്നു അല്ലേ? അതിന്റെ ഇടയിൽ കൂടെ സ്വത്വന്വേഷണം കൂടി
ഈ അമലേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെ റൈറ്റർ കൊളാബറേഷൻ ചെയ്യുമ്പോൾ? അമലേട്ടൻ വളരെ വ്യക്തമായിട്ടൊരു കഥയായിട്ടായിരിക്കും നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് വേണ്ടാന്ന് പുള്ളി കൃത്യമായിട്ട് അറിയാം. പുള്ളിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കണം. അത് പുള്ളി നമ്മുടെ അടുത്ത് നിന്ന് ഡെലിവറി ചെയ്യിപ്പിക്കും, റൈറ്റർമാരുടെ അടുത്ത് നിന്ന്. അതാണ് പുള്ളിയുടെ സ്റ്റൈല്. ഈ മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതുമ്പോ ഒക്കെ ചെറിയ ടെൻഷൻ ഉണ്ടാവും? ആ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ബിഗ് ബിക്ക് ശേഷം മമ്മൂക്കയോട് ചെയ്യുന്ന സിനിമയാണ്. അപ്പം അത്രയും ആൾക്കാർ ഉണ്ടായിരിക്കും. അപ്പോൾ ബിലാലിലൊക്കെ അല്ല ബിഗ് ബിയിലൊക്കെ വളരെയധികം ഡയലോഗും പരിപാടികളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയലോഗിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് അത് ഡിറൈവ് എടുക്കാനാണ് അമ്മേടൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതുന്ന ഡയലോഗുകൾ തിയേറ്ററിൽ എങ്ങനെ കാണാൻ വരും എന്നുള്ള ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശാന്റെ പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ജോൺ പോളേട്ടൻ ഇങ്ങനെ പറയേണ്ടത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജേണി എന്ന് പറഞ്ഞാൽ അയാളിപ്പോൾ സിനിമ ചെയ്യുന്നുള്ളതാണ് അയാളുടെ ജേണി എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ പോയിന്റുകൾ ഒരുപാട് ഉണ്ടാകും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക്. സെറ്റിൽ എല്ലാവർക്കും ചീത്ത വിളിക്കാൻ തോന്നുന്ന ഒരാൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. ഡയറക്ടർ ആയല്ലോ ഒരാഴ്ച. അപ്പൊ ശരിക്കും ബാക്കിൽ വർക്ക് ചെയ്ത് വന്ന ആളെന്ന നിലയ്ക്ക് ശരിക്കും എങ്ങനെയാ ആ ഒരു ജേർണീനെ കാണുന്നത്? ഞാൻ ഈ അഭിനയം കൂടി സൈഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അതിൽ നിന്ന് ആ സ്ഥിരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ആണെന്ന് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. അപ്പം എൻ്റെ ഡയറക്ടേഴ്സ് അത്യാവശ്യം ഞാൻ വർക്ക് ചെയ്ത ആൾക്കാർ പോത്തൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു രീതി ഈ തെറിവിളി കേൾക്കൽ എന്നൊക്കെ പറയുന്ന പരിപാടിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. നല്ല ഭയങ്കര രസമുള്ള സെറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം എന്തെങ്കിലും കാര്യം പറയാണ്ടെന്ന് അത് കാര്യം പോലെ പറഞ്ഞു തരുമായിരുന്നു ദിലീഷ് പോത്തൻ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എൻവയോൺമെന്റിൽ ചെറിയ ബുദ്ധിമുട്ടുകളും ടോക്സിസിറ്റികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും അനുഭവിക്കും അതിൻ്റെ കൂടെ. പിന്നെ എന്താ ഇതൊക്കെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് മലയാള സിനിമേനെ രക്ഷപ്പെടുത്താനും എന്തുകൊണ്ട് എല്ലാം സഹിക്കും. എങ്ങനെയുണ്ട് ലൈഫ് ഓഫ് എഡി? ഫാമിലി ഏരിയയാണ് ഞങ്ങൾ. കുറച്ച് സുഖകരമായിരുന്നു എനിക്ക് കാറിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഉടനെ എന്തായാലും അടുത്തൊരു പടത്തിൽ ഞാൻ ഏടിയായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം അതുകൊണ്ടല്ല, കാരണം ഞാൻ ആ സമയം ഇതൊരു വലിയ സമയമാണല്ലോ. നമ്മള് പ്രീയിലും പ്രൊഡക്ഷനിലും ഒക്കെ പോസ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഓൾമോസ്റ്റ് ഒരു 1 year നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമ്മളെ ഒരു ആക്ടിങ് കരിയർ ഉള്ളതുകൊണ്ട് അതിലൊരു വലിയ ബ്രേക്ക് വന്നാൽ പിന്നെ 2 മാസം സിനിമയില്ലെങ്കിൽ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ കുറെ എന്താ പറയാ മനസ്സിലായില്ലേ, ഒറ്റ സിനിമ കൊണ്ട് മനസ്സിലായി. ഞാനൊരു ഏടിയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ? നല്ല ഏരിയ. നമ്മള് ഭയങ്കര എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. റെയിൻ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഏടിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നമുക്ക് ബ്രെയിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് നമുക്ക് ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണമെന്നോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു രാജേഷേട്ടൻ ദിലീഷ് പോത്തൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അത്രയും കംഫർട്ടായിരിക്കും ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവുക. വേറൊരു സെറ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആയിരിക്കില്ല എന്തായാലും. പിന്നെ ആ സെറ്റിൽ എല്ലാവരും ഭയങ്കര നല്ലതായിരുന്നു. ഫാമിലി ഭയങ്കര എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അവിടെ വന്ന് നമ്മൾ നല്ല ഫ്രണ്ട്സ്. പിന്നെ എന്നാൽ പോലും ഉറപ്പായിട്ടും ഒരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു നമ്മുടെ താഴെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ മുകളിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് താഴെയുള്ള ആൾക്കാരെ പണിയെടുപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ആൾക്കാർ നമ്മളെ പണിയെടുപ്പിക്കും. അപ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അസിസ്റ്റന്റ് ആവുന്നത് ആഷിഖ് കപൂറിന്റെ കൂടെയാണ്. ഗാങ്സ്റ്റർ ആയിരുന്നു എന്റെ ഫസ്റ്റ്. മമ്മൂക്കയുടെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായത് ഫസ്റ്റ്. പിന്നെ അമലേട്ടൻ്റെ കൂടെ കോറൈറ്റ് ചെയ്തെങ്കിൽ പോലും അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റാണി പത്നിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട്. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സ്പീരിയൻസ്. അത് അടിപൊളിയായിരുന്നു. ഗാങ്സ്റ്റർ ആണെങ്കിലും റാണി പത്നി ആണെങ്കിലും പ്രത്യേകിച്ച് ഭീഷ്മയാണെങ്കിലും ഗംഭീര അനുഭവമായിരുന്നു. ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്ന അനുഭവം നല്ലതായിരുന്നു. എനിക്ക് കിട്ടിയ 3 അനുഭവം. ഈ സന്തോഷേട്ടൻ ഇങ്ങനെ ബൾട്ടിയുടെ പ്രസ് മീറ്റിൽ ഇങ്ങനെ പറയുകയാണ് അനിമൽ വെൽഫെയറിന്റെ ഒരു പെർമിഷന്റെ ഒരു കാര്യത്തിന് വേണ്ടി ശരിക്കും ആ രീതിയിൽ എങ്ങനെ സിനിമ ടാക്കിൾ ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? അല്ല, നമ്മള് മൃഗങ്ങളെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ വേണം. നമ്മളെന്ത്
അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിലും അതിന് പെർമിറ്റും അതിന് വിത്ത് ഡോക്ടറുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഡോക്ടറുടെ സാന്നിധ്യം വേണം. അങ്ങനെ അവർ ഭയങ്കര കീനാണ് ആനിമൽ വെൽഫെയർ ബോർഡ്. അപ്പോൾ അത് കാണിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ നമ്മളുടെ സിനിമയിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അത് ചെറിയൊരു ഹാംസ്റ്റർ മുതൽ ആന വരെ ഉള്ള വളർത്തുമൃഗങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. പിന്നെ ഒരു 400ഓളം മൃഗങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളുടെ കണക്ക്. അപ്പോൾ ഇത്രയും മൃഗങ്ങളുടെ സർട്ടിഫിക്കറ്റും പരിപാടികളും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു പിന്നെ അതായത് എല്ലാത്തിനും സെപ്പറേറ്റ് എല്ലാം വേണം. അപ്പം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. നമ്മൾ സിനിമ അങ്ങനെ ആയതുകൊണ്ടാണ്. അത്രയും മൃഗങ്ങൾ, മനുഷ്യന്മാരെക്കാളും കൂടുതൽ മൃഗങ്ങളാണ് നമ്മുടെ സിനിമയിലുള്ളത്. ടോവി ശരിക്കും എങ്ങനെയാ സൗണ്ട് കൊടുക്കാന്ന് തീരുമാനിച്ചത്? ഞാൻ ഭയങ്കര ടോവിനോ ഫാനാണ്. ആസ് എ ഹ്യൂമൻ, ആസ് എ ഫ്രണ്ട്, എല്ലാ തരത്തിലും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം മുതലേ മറ്റേ ഒരു കഥ ഉണ്ടാകുമ്പോൾ ഞാൻ പറയാൻ വരും എന്നുള്ളത് മായാനദി മുതലാണ് എനിക്ക് ടോവിനോന് പരിചയം. അപ്പം മുതലേ ഞാൻ പറയുമായിരുന്നു എനിക്ക് ടോവിനോട് ഞാനൊരു കഥ പറയാൻ വരും എന്നൊക്കെ ഉള്ളത്. ഞാൻ ഇതിനു മുമ്പ് തീരുമാനിച്ചിരുന്ന ഒരു സിനിമയുടെ കഥ ടോവിനോട് പറയാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പെണ്ണും പൊറാട്ടും എന്നുള്ള സിനിമ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമേ ടോവിനോനെ കൊണ്ട് നമുക്ക് സൗണ്ട് കൊടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ചെറിയൊരു കാര്യമാണത്. ചെറുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ചെറിയൊരു കാര്യമാണ് അത്. പുള്ളീനെ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നില്ല നമ്മൾ വോയിസ് ആക്ടിങ് എന്ന് പറയുന്ന പരിപാടി. അപ്പം ഞങ്ങൾക്കത് വേണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമയുടെ എഡിറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടോവിനോട് അങ്ങനെ ഒരു സംസാരിക്കാനുള്ളൊരു ബന്ധമുണ്ട്. നേരെ ടോവിനോടെ വീട്ടിൽ പോയി ഈ സിനിമ ഞങ്ങൾ ഇങ്ങനൊരു പടമാണ് ഞങ്ങൾ ചെയ്തത്, നിങ്ങളൊന്നും കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ടോവിനോ അന്ന് ആ പടം അന്നത്തെ ഭയങ്കര റോ വെർഷനിലാണ് അത് മൊത്തമായിട്ടിരുന്ന് കണ്ടു. പുള്ളി ഫുൾ ടൈം ഇരുന്ന് ഞാൻ ഫാസ്റ്റൊക്കെ അടിക്കാൻ നോക്കുമ്പോൾ അതൊന്നും അതിൽ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അത് മൊത്തമായിട്ടിരുന്ന് കണ്ട് ടോവിനോ അന്ന് തന്നിട്ടുള്ളൊരു വാലിഡേഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. എടോ നല്ല വർക്കാണ് കേട്ടോ, ഞാൻ എന്തായാലും ചെയ്യാം, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ടോവിനോ പുള്ളി ഓക്കെ ആയിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തോടെ ടോവിനോ ആ ശബ്ദം ചെയ്തു തന്നു. അത് ഭയങ്കര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ടോവി മാനെ പടത്തിൽ ഉൾപ്പെടുത്തണം. അത് സാധിച്ചു. പിന്നെ ടോവിനോ മാത്രമല്ല, നമുക്ക് കുറച്ച് വേറെ ആക്ടേഴ്സ് ഉണ്ട് ഇതില് ശബ്ദം കൊടുത്തിട്ടുള്ള. പതിയെ പറയാം. അല്ല സർപ്രൈസ് ഒന്നുമല്ല, അത്ര സർപ്രൈസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഉണ്ട് ചെറുതായിട്ട്. ഈ റീസെന്റ്ലിക്ക് സൂ ഫ്രം സോക്കർ ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മളൊരു സെറ്റ് ഓഫ് ആക്ടേഴ്സിനെ പുതുതായിട്ട് കൊണ്ടുവരുന്നു, അവരെ ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ അവരെ നമ്മളെ വേണ്ട പോലെ സിനിമയിൽ മീൻസ് ട്രെയിൻ ചെയ്ത് സിനിമയിലേക്ക് ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നത്തെ കേസോടിലും അതിന്റെ വേറെ വേർഷൻ നമ്മൾ കണ്ടു. ഇതിലും അങ്ങനെ തന്നെയാണോ? ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ തൊണ്ടി മുതൽ ദൃക്സാക്ഷ്യം മുതലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ മുതൽ നമ്മൾ പുതിയ ആക്ടേഴ്സിനെ പരീക്ഷിച്ച് നോക്കുന്ന ഡയറക്ടറുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ കൂടെ ആയിക്കഴിഞ്ഞാലും പിന്നെ സെന്ന ഹെഗ്ഡയുടെ കൂടെ തിങ്കളാഴ്ച നിശ്ചയം ആയിക്കഴിഞ്ഞാലും അപ്പോൾ എൻ്റെ വർക്ക് ഇതിലൊക്കെ ഈ കാസ്റ്റിംഗ് സൈഡിലാണ്. അപ്പം ഞാൻ അതിൽ കുറച്ച് എക്യുപ്ഡാണ്. അപ്പോൾ ഞാൻ ദിലീഷ് പോത്തൻ്റെ സ്കൂളിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചു വരുന്നത്. അപ്പം എനിക്ക് ആ ഏരിയയിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ എൻ്റെ സിനിമ എന്തായാലും എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ആക്ടേഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കംഫർട്ടബിൾ സിനിമ ചെയ്യാൻ പുതിയ ആക്ടേഴ്സിൻ്റെ കൂടെ. അവരിൽ ഒരാളായിട്ട് നിന്നിട്ട് പടം ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അതിങ്ങനെ പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അതേപോലെ എടുത്ത് പരീക്ഷിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നീണ്ട കാലയളവിൽ ഉള്ള ഒരു ഓഡിഷൻസിലൂടെയാണ് ഇത്ര ആൾക്കാരെ സെലക്ട് ചെയ്തത്. നമ്മളുടെ അജയ്, സതീഷ് എന്ന് പറഞ്ഞ നമ്മളുടെ 2 കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ കുറേ കാലങ്ങളോളം
പിന്നെ ഓഡിഷൻ ചെയ്തു. പിന്നെ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടുപിടിച്ച കുറേ ആൾക്കാരാണ്. രാജേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഒരു ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തിയതാണ്. പുതിയ ആൾക്കാരാണ്, പക്ഷെ അങ്ങനെ പുതിയ ആൾക്കാരെ പോലെ തോന്നൂലായിരിക്കും. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്ത പടത്തിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, കുറേ പ്രൊജക്റ്റുകൾ ഇങ്ങനെ പ്ലാനിലുണ്ട്. ഇങ്ങനെ ഏതാണ് പിന്നെ ആദ്യം വരുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ രവി പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടം, അതിന് ഞാൻ പിന്നെ റൈറ്ററായിട്ട് കൂടെ ഉണ്ട്. സ്വാപ്പ് ചെയ്ത് ഞങ്ങള് പണ്ട് മുതലേ ഒരുമിച്ച് ആ പടത്തിന് ഇങ്ങനെ ഇരിക്കാം. അതെ എന്തായാലും. അതേതാ ജോണർ? അത് ചെറിയൊരു ഫാന്റസി. രാജേട്ടൻ അഭിനയിക്കണ്ടോ? ഞാൻ കമ്പനി ആക്ടറാണല്ലോ, ഞാൻ പറ്റില്ലല്ലോ. രാജേട്ടൻ്റെ അടുത്തത് പിന്നെ ഇത് ഈ എഴുത്താണ് അടുത്തുള്ളത്. പിന്നെ മുമ്പേ അനൗൺസ് ചെയ്ത ഒരു പടമുണ്ട്, മരണവംശം എന്നിട്ട് പി വി ഷാജികുമാറിന്റെ നോവലിനെ വെച്ചിട്ടുള്ള ഒരു വലിയ സിനിമയാണ്. അപ്പൊ അത് ഒരു ദീർഘകാലമുള്ള പണിയാണ്. അപ്പോൾ അതിന്റെ പണികളൊക്കെ ഞാൻ മെല്ലെ തുടങ്ങി വരുന്നു. അതെപ്പോ സംഭവിക്കുന്നൊന്നും പറയാറായിട്ടില്ല. കുറച്ച് വലിയൊരു സിനിമ. അഭിനയം എന്താ ഇപ്പോ പ്രകമ്പനം ആണ് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സിനിമകൾ വരാനുണ്ട്. ആഹ്ലാദം, പൂരം പൂരാടം പൂരിട്ടാതി എന്ന് പറഞ്ഞ സിനിമകൾ വരാനുണ്ട്, റിലീസാവാനുണ്ട്. പിന്നെ അഭിനവ് സുന്ദർ നായിക്കിന്റെ സിനിമ ഉണ്ട്, മോളിവുഡ് ടൈംസ്. അതും സിനിമയ്ക്കുള്ളില് അതും സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അതെ, അതിനകത്ത് ഒരു കുഞ്ഞു റോളാണ്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള റോളാണ്. അതൊരു വലിയ കാസ്റ്റൊക്കെ ഉള്ള വലിയൊരു സിനിമയാണ്. അതിൽ ഞാൻ ആഗ്രഹിച്ചു പോയി അഭിനയിച്ച അഭിനവിന്റെ പടത്തിൽ അഭിനയിക്കണം. അടുത്ത പടം ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. എഡിറ്റർ കിരൺദാസ് ഡയറക്ട് ചെയ്യുന്ന പടം, ഷാഹിദ് കബീർ സ്ക്രിപ്റ്റ്, ചാക്കോസിന്റെ പടം. അപ്പോൾ പെണ്ണും പൊറാട്ടും വാലന്റൈൻസ് ഡേക്കാണ്, വാലന്റൈൻസ് ഡേ തൊട്ട് തലേ ദിവസമാണ് റിലീസാണ്. അപ്പൊ ഈ പ്രശ്ന വാലന്റൈൻസ് ഡേ പെണ്ണും പൊറാട്ടിന്റെ ഒപ്പം എല്ലാരും ആഘോഷിക്കട്ടെ. അപ്പോ വാലന്റൈൻസ് ഡേ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അപ്പോ താങ്ക് യു ഫോർ ദ ടൈമിങ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വിജയം ആകട്ടെ പെണ്ണും പൊറാട്ടും. താങ്ക് യു.